സർക്കാർ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടുകൾ സഹകരണ ബാങ്കിലേക്ക് മാറ്റുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ബെവ്കോ അക്കൗണ്ട് അടക്കം ജില്ലാ സഹകരണ ബാങ്കിലേക്ക് മാറ്റുമെന്നും മന്ത്രി ദില്ലിയിൽ അറിയിച്ചു. വിവരങ്ങളുമായി മനുശങ്കരൻ ചേരുന്നു ദില്ലിയിൽ നിന്നും. മനു, പറയൂ. സ്വരാജ്, എന്തായാലും ഈ പ്രതിസന്ധിയിലായ ജില്ലാ സഹകരണ ബാങ്കുകളുടെ ഈ പ്രതിസന്ധി കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ മുഴുവൻ അക്കൗണ്ടുകളും ജില്ലാ സഹകരണ ബാങ്കുകളിലേക്ക് മാറ്റും എന്നാണ് മന്ത്രി കടകംപള്ളി ദില്ലിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായും പൊതുമേഖലാ ബാങ്കുകളിലാണ് ഉള്ളത്. ഇത് പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് മാറ്റി പകരം ഈ ജില്ലാ സഹകരണ ബാങ്കുകളിലേക്ക് മാറ്റുന്നതിനുള്ള ആലോചനയാണ് മന്ത്രിസഭ ചർച്ചയൊക്കെ പുരോഗമിച്ചിരുന്നതെന്നും മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഇന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിലും ഇതേ ആവശ്യം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതായുള്ള ഒരു നിലപാട് അറിയിക്കും. ഇതിൽ കേന്ദ്രം ഇനി എന്ത് നിലപാട് തിരികെ അറിയിക്കുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഇതോടൊപ്പം പ്രാഥമിക സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകൾ ജില്ലാ സഹകരണ ബാങ്കുകളിലേക്ക് മാറ്റുന്നതിനുള്ള നിർദ്ദേശവും സംസ്ഥാന സർക്കാർ ആലോചിച്ചു വരുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ളൊരു കേന്ദ്രത്തിന്റെ നിലപാട് ആരായും. നേരത്തെ തന്നെ ജില്ലാ സഹകരണ ബാങ്കിനോട് മാറ്റി നിർത്തുന്ന ഒരു സമീപനം റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും തുടരുന്ന സാഹചര്യത്തിൽ ഇതിൽ ഒരു മാറ്റം വരുത്തണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരുന്നതാണ്. എന്നാൽ ഇത് പരിഗണിക്കാമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നെങ്കിലും ഇതിൽ കൃത്യമായ ഒരു തീരുമാനങ്ങൾ കേന്ദ്രം കൈക്കൊള്ളുകയും ചെയ്തിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ നോട്ട് പിൻവലിക്കലുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലായ ജില്ലാ സഹകരണ ബാങ്കുകളിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ അക്കൗണ്ടുകൾ മാറ്റി ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഒരു പ്രാഥമിക നടപടി സ്വീകരിക്കാൻ സർക്കാർ ആലോചിച്ചിരിക്കുന്നത്. ശരി, മനുശങ്കരനാണ് വിവരങ്ങൾ പങ്കുവച്ചത് ദില്ലിയിൽ നിന്നും. വേണ്ടത്ര പണമില്ലാത്തതിനാൽ ട്രഷറികളിൽ ശമ്പള പെൻഷൻ വിതരണം രണ്ടാം ദിവസവും പ്രതിസന്ധിയിൽ. ഇടപാടിന് 127 കോടി ആവശ്യപ്പെട്ടിടത്ത് RBI നൽകിയത് 57 കോടി. 50 ട്രഷറികളിൽ പണം ലഭിച്ചില്ല. ഗ്രാമീണ പ്രദേശങ്ങളിലെ ട്രഷറികളിൽ ഇടപാടുകാരുടെ നീണ്ട ക്യൂ കാണാനാകും. തിരുവനന്തപുരത്ത് നിന്ന് S. ജീവൻകുമാർ ചേരുന്നു ആദ്യ വിവരങ്ങളുമായി. ജീവൻ, എങ്ങനെയാണ് ഇതുവരെ ഈ 12 മണിയോടടുപ്പിച്ച് ലഭ്യമാകുന്ന വിവരങ്ങൾ? സുരാജ്, ശമ്പളത്തിൻ്റെയും പെൻഷൻ വിതരണത്തിൻ്റെയും രണ്ടാം ദിനമായി ഇന്നും പ്രതിസന്ധി വീണ്ടും തുടരുകയാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോട്ടയ്ക്കകത്തെ പെൻഷൻ ട്രഷറിയിലാണ്. നിലവിൽ 630-ലേറെ ടോക്കണുകൾ ഇതിനോടകം ഇവിടെ നിന്ന് നൽകി കഴിഞ്ഞു. നിരവധി ആളുകളാണ് ഇനിയും ഇവിടെ നിൽക്കുന്നത്. തിരുവനന്തപുരം അല്പസമയങ്ങൾക്ക് മുമ്പ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ പെൻഷൻ ട്രഷറിയിൽ അവർ ആവശ്യപ്പെട്ടിരുന്ന 1,30,00,000 രൂപയായിരുന്നു. എന്നാൽ SBI അധികൃതർ 20 ലക്ഷം രൂപ മാത്രമാണ് അവിടെ എത്തിച്ചത്. ഏതാണ്ട് ആദ്യ മണിക്കൂറിൽ തന്നെ പണം പൂർണ്ണമായും തീർന്നു. ഇന്നലെ ടോക്കൺ നൽകിവിട്ട 300ഓളം പെൻഷൻ ആളുകൾ ഉണ്ടായിരുന്നു. അവർ ഏതാണ്ട് അവർക്ക് പണം കൃത്യമായി ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അവിടെ നേരിയ ബഹളം ഉണ്ടായതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. സമാനമായ അനുഭവം തന്നെയാണ് കടക്കാവൂർ, ചാത്തമംഗലം തുടങ്ങിയ സ്ഥലങ്ങളിലും, കൊല്ലത്ത് നിന്ന് കടക്കാവൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. രാവിലെയോടുകൂടി സംസ്ഥാന സർക്കാരിൻ്റെ കരുതൽ ഉണ്ടായിരുന്നത് 12 കോടി രൂപ മാത്രമായിരുന്നു. ഇന്ന് ഏതാണ്ട് 250 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയൂ എന്നതാണ് സംസ്ഥാന സർക്കാർ വൃത്തങ്ങൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന ദൗർഭാഗ്യകരമായ ഒരു വസ്തുതയാണ് നിലവിൽ നിലനിൽക്കുന്നത്. നിരവധി ട്രഷറികളുടെ മുന്നിൽ വലിയ ക്യൂ ആണ് അനുഭവപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം പല ട്രഷറികളിലും ആവശ്യത്തിന് തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിലുള്ള ട്രഷറികളിൽ കാര്യമായ പ്രതിസന്ധി അനുഭവപ്പെടുന്നില്ല. അതൊരു വസ്തുതയാണ്. അവർ ആവശ്യപ്പെട്ട തുകയിൽ ഏതാണ്ട് മഹാഭൂരിപക്ഷം തുകയും നിലവിൽ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ തന്നെ മറ്റു പ്രദേശങ്ങളിലാണ് ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ വലിയ തോതിൽ പെൻഷൻകാരെ ബാധിക്കുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത. സാധാരണഗതിയിൽ 1-ാം തീയതിയും 2-ാം തീയതിയും ഈ രൂപത്തിലുള്ള ചില തിരക്ക് സ്വാഭാവികമായി തന്നെ വരാറുണ്ട് എന്ന് പറയാമെങ്കിൽ പോലും ചില്ലറയുടെ ഒരു വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം പെൻഷൻകാർക്ക് നൽകുന്നത് 2000-ൻ്റെ നോട്ടുകളാണ്. അവർക്ക് ഈ തുകയുമായി ചില്ലറ മാറി എടുക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു വലിയ പ്രശ്നമായി അവശേഷിക്കുന്നു. നമുക്ക് എന്തായാലും കൂടുതൽ ആളുകളിലേക്ക് പോയി അവരുടെ പ്രതികരണങ്ങൾ ആരായുക എന്നതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും അഭികാമ്യമെന്ന് തോന്നുന്നു. സാർ, എന്താണ് നമുക്ക്
നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നൊരു കാര്യം, നിലവിൽ എത്ര നേരമായി നിൽക്കുന്നു, ഇന്നലെ വന്നിരുന്നോ, അല്ലെങ്കിൽ ഇന്ന് പുതിയതായിട്ടാണോ വന്നത്, ഇപ്പോൾ പണം ലഭിച്ചിട്ടുണ്ടോ, എത്രാമതാണ് ടോക്കൺ നമ്പർ, എന്താണ് ഇതിനോട്? ഇന്നലെ ഞാൻ വന്നിട്ടില്ലായിരുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ വന്നു. 9:30 വന്നതാണ്. ഇതുവരെയും പണം ലഭിച്ചിട്ടില്ല. കൊടുക്കുന്നത് തന്നെ 2000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അത് ആൾക്കാർക്ക് മാറിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടും എല്ലാവരും വളരെ ബുദ്ധിമുട്ടുകയാണ്. ഈ ട്രഷറിയുടെ ഈ നിലയിലുള്ള ഈ നോട്ടിൻ്റെ രീതിയിൽ വളരെ ബുദ്ധിമുട്ടുകയാണ്. എടുത്തുചാടി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയത് കൊണ്ടാണോ ഈ ഇത്തരത്തിൽ ഒരു ഒരു കാര്യമായ പഠനങ്ങളില്ലാതെ അല്ലെങ്കിൽ എടുത്തുചാടി ഒരു തീരുമാനത്തിലേക്ക് പോയി എന്നൊരു പൊതു വിമർശനം പൊതുവിൽ ഉയരുന്നുണ്ട്? കഴിഞ്ഞ തവണത്തേക്കാൾ, കാരണം നവംബർ 1-ാം തീയതി നിങ്ങൾ പെൻഷൻ വാങ്ങുന്നൊരു സാഹചര്യമല്ല ഡിസംബർ 1-ാം തീയതിയിലേക്ക് വന്നപ്പോൾ എത്തുന്നത്. ഒരു ഭരണകൂടം ആവശ്യമായ ഒരു പഠനം നടത്തിയില്ല എന്നൊരു പൊതു വിലയിരുത്തലാണോ ഇതിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാൻ? അല്ല, ആവശ്യത്തിന് നോട്ടുകൾ ബാങ്കുകളിൽ നിന്ന് കിട്ടാത്തതാണെന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായ ആൾക്കാർക്ക് കിട്ടുന്ന എമൗണ്ട് അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രഷറിക്ക് ആ കാശ് കൊടുക്കാൻ കഴിയാത്തത്. പഠനം ശരിയായ പഠനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട് ഏകപക്ഷീയമായി ഒരു ഇരുട്ടടിയായി പൊതുവിൽ ജനങ്ങൾക്ക് മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള? തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് വലിയ ഇരുട്ടടിയാണ്. പ്രത്യേകിച്ച് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഇരുട്ടടിയാണ്. സുരാജ്, ഇത് തന്നെയാണ് പറയുന്നത്. ആവശ്യമായ പഠനങ്ങളില്ലാതെ, വേണ്ടത്ര മുന്നൊരുക്കങ്ങളോ ക്രമീകരണങ്ങളോ ഇല്ലാതെ നടത്തിയ ആ ഒരു തീരുമാനം ശരിക്കും ഇവരെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവിൽ വരുന്നൊരു കാര്യം. പലരും അതിരാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഇത് പതിവുള്ളതാണ്, പെൻഷൻ വിതരണ ഘട്ടത്തിൽ പതിവുള്ളതാണ്. പക്ഷേ എന്നാൽ പോലും സാധാരണയിൽ കവിഞ്ഞ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിരിക്കുന്ന, നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന, ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വിവരം. സുരാജ്, ശരി. എസ് ജീവൻകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ജീവന്റെ റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാവുന്നത് നഗരപ്രദേശങ്ങളിൽ ചെറിയ തോതിലെങ്കിലും പ്രതിസന്ധിക്ക് അയവുണ്ട് എങ്കിലും ഗ്രാമങ്ങളിൽ വലിയ കഷ്ടതയാണ് ട്രഷറികളിൽ വരുന്ന പെൻഷൻ വാങ്ങിക്കാൻ വരുന്ന ആളുകൾ അനുഭവിക്കുന്നത് എന്നതാണ്. എന്തായാലും ചില പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശമ്പളം വാങ്ങിക്കാനെത്തിയ ആളുകളിൽ നിന്നും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് കേൾക്കാം. വന്നിട്ടുണ്ടായിരുന്നു, 4 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. 4 മണിക്ക് വന്നപ്പോൾ കാശ് തീർന്നു എന്ന് പറഞ്ഞു. കൗണ്ടറിൽ ചോദിച്ചു. രാവിലെ വന്ന് ഇവിടെ ക്യൂ നിന്ന് ആദ്യം കയറാമെന്നാണ് പ്രതീക്ഷ. ഇപ്പോൾ കാശില്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും എല്ലാ കാര്യത്തിലും. ഇപ്പം എനിക്ക് മരുന്ന് മേടിക്കണം, കാശില്ലാതെ ചിലപ്പോൾ അവർ തരില്ല. പെൻഷൻ കിട്ടി, എല്ലാം 2000-ൻ്റെ നോട്ടാണ്. ഇപ്പം ഇവിടെ നിന്ന് പോകണമെങ്കിൽ, ബസ്സിന് പോകണമെങ്കിൽ ആരാണെങ്കിലും കാശ് മേടിക്കാണ്ട് പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഗതികേടിലാണ് നിൽക്കുന്നത്. പുറത്തുനിന്ന് ആരും എവിടെ നിന്ന് കിട്ടാൻ, ഒരിടത്തുനിന്നും കിട്ടില്ല. ഇത് നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്ന, മരുന്നും എന്തിനാ മേടിച്ച് ഈ കിട്ടുന്ന കാശ് കൊണ്ട് ജീവിക്കുന്നവരാണ്, അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. അങ്ങനത്തെ സ്ഥിതിഗതിയാണ് നിൽക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടം തുടങ്ങിയതിന് ശേഷം 3 പ്രാവശ്യം സിസ്റ്റർ വണ്ടിക്കാണ് കൊണ്ടുവന്നത്. പക്ഷേ ലൈനിൽ നിന്ന് കുറേ ആയി കഴിയുമ്പോഴേക്കും പൈസ ഇല്ലാന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ചെക്ക് ക്യാൻസലാക്കേണ്ടതായിട്ട് വന്നു. ഇപ്പോൾ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. ഒത്തിരി പൈസ ആവശ്യമുണ്ട്. ഇപ്പോൾ ആലുവ ട്രഷറിയിലേക്ക് പോവുകയാണ് ഇനി ബാലൻസ് കിട്ടാൻ. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു കൊച്ചിയിൽ നിന്നും അവിടുത്തെ വിവരങ്ങളുമായി. അലക്സ്, പറയൂ. സുരാജ്, നിലവിൽ ഇവിടെ നിന്ന് പെൻഷൻ കൈപ്പറ്റിപ്പോയ ആൾക്കാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം കുറേ നാളുകളായി ട്രഷറികൾ തോറും കയറി ഇറങ്ങുന്നവരാണ്. മാത്രമല്ല, ഇന്ന് പെൻഷൻ ലഭിച്ചവർക്ക് അത് എങ്ങനെ മാറിയെടുക്കണമെന്നറിയില്ല. ഇവിടെ നിന്ന് കയറിപ്പോകാൻ, വാഹനം കയറിപ്പോകാൻ അതിന് ചേഞ്ച് അവരുടെ കയ്യിലില്ല, അതിനുള്ള കറൻസികൾ അവർക്ക് ലഭ്യമല്ല തുടങ്ങിയ വിഷയങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മരുന്ന് വാങ്ങാനും മറ്റുമായി ഉള്ളതാണ്. ഇതൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം എറണാകുളം ജില്ലയെ സംബന്ധിച്ച് പറയാനുള്ളത്, എറണാകുളം ജില്ലയിൽ പ്രധാനമായും 2 ജില്ലാ ട്രഷറികളാണുള്ളത്. ഒന്ന് മൂവാറ്റുപുഴ, മറ്റൊന്ന് കാക്കനാട് ജില്ലാ ട്രഷറി. എറണാകുളത്തിലേക്ക് എഴുതുന്ന കാക്കനാട് ജില്ലാ ട്രഷറി. ഈ 2 ട്രഷറികളുമായി ഏതാണ്ട് 15 കോടിയോളം രൂപ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ 13 കോടിയോളം രൂപ അവർക്ക് ഈ ശമ്പള വിതരണത്തിനായി, പെൻഷൻ വിതരണത്തിനായി എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. മൂവാറ്റുപുഴ ജില്ലാ ട്രഷറിയിലേക്ക് അല്ലെങ്കിൽ മൂവാറ്റുപുഴ ജില്ലാ ട്രഷറിക്ക് കീഴിൽ വരുന്ന ഏതാണ്ട് 7 സബ് ട്രഷറികൾക്കുമായി 4,16,90,000 രൂപ ഇതുവരെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അവിടെ കാശ് ലഭ്യമാക്കണമെങ്കിൽ ഉച്ചയോടുകൂടി ലഭ്യമാക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 10 കോടി രൂപയാണ് എറണാകുളം ജില്ലാ ട്രഷറി ആവശ്യപ്പെട്ടത്. അവർക്ക് 8 കോടി രൂപ അവരുടെ വിവിധ സബ് ട്രഷറികളിലേക്കായി 8 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ ഏതാണ്ട് ഒരു 11 മണിയോടുകൂടെ ഇത്തരത്തിലൊരു കണക്ക് കൃത്യമായി തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. അവർ പ്രധാനമായും കാനറ ബാങ്കുകളെയും SPT SBI ബാങ്കുകളെയുമാണ് അവർ കാശിന് വേണ്ടി സമീപിച്ചിട്ടുള്ളത്.
ഇവർക്ക് വേണ്ട, അതായത് 1 കോടിയിൽ പരം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എറണാകുളം സബ് ട്രഷറി ഓഫീസിന് മുന്നിലാണ്. ഈ സബ് ട്രഷറിയിലേക്ക് ഏതാണ്ട് 1 കോടി രൂപയോളമാണ് ഇന്നത്തെ ഇടപാടുകൾക്ക് വേണ്ടി ഇവർ ആവശ്യപ്പെട്ടത്. അത്രയും തന്നെ തുക ലഭ്യമാക്കി എന്നുള്ള വിവരമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റു ട്രഷറികൾ, എറണാകുളത്തെ മറ്റ് 12 സബ് ട്രഷറികൾക്ക് കീഴിലായും മറ്റ് പെൻഷൻ ട്രഷറികളിലുമായി ഏതാണ്ട് 1 കോടിയിൽ താഴെയുള്ള തുകകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് വിവിധ ആവശ്യങ്ങൾക്കായി 50 ലക്ഷം, 40 ലക്ഷം, 60 ലക്ഷം ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗം തുകയും ലഭ്യമാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ അടക്കം സംസ്ഥാനത്തെ മുഴുവൻ കാനറ ബാങ്കുകളുടെ ക്യാഷ് ചെസ്റ്റുകളും കാലിയായിരുന്നു. അത്തരത്തിലേക്കൊരു അവസ്ഥയിലേക്ക് പോകാതെ കാനറ ബാങ്കും പ്രധാനമായി ഇവർ, അതായത് എറണാകുളം സബ് ട്രഷറി സമീപിക്കുന്നത് തൃപ്പൂണിത്തുറ കാനറ ബാങ്കിനെയാണ്. അവരും ഇവർക്ക് വേണ്ടിയിട്ടുള്ള കാശ് ലഭ്യമാക്കിയെന്നാണ് അറിയുന്നത്. മാത്രമല്ല ഇന്നലെ ഇവിടുത്തെ നീക്കിയിരിപ്പ് ഏതാണ്ട് 24 ലക്ഷത്തോളം രൂപയുണ്ടായിരുന്നു. രാവിലെ മുതൽ വന്ന പെൻഷൻകാർക്ക് ആ തുക വിതരണം ചെയ്യുന്നുണ്ട്. ശമ്പളം നൽകുന്ന അഡീഷണൽ സബ് ട്രഷറി അപ്പുറത്തുണ്ട്. ഇന്ന് പ്രധാനമായും ശമ്പളം വാങ്ങാനായി അധികമാരും എത്തിയിട്ടില്ല. കാരണം ഇന്ന് രണ്ടാമത്തെ പ്രവൃത്തി ദിവസമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്ക്, ചില അധ്യാപകർക്കൊക്കെ ശമ്പളം വീഴുന്ന ദിവസമാണ്. സ്വാഭാവികമായും അവരുടെ പ്രവർത്തന മണിക്കൂറുകളാണ് ഇത്. ആ പ്രവർത്തന മണിക്കൂറുകൾക്ക് ശേഷം അവർ സ്വാഭാവികമായി ട്രഷറികളെ സമീപിച്ചേക്കാം ശമ്പളം വാങ്ങുന്നതിന്. മാത്രമല്ല ശമ്പളം കൂടുതലും ബാങ്ക് വഴിയാക്കിയിട്ടുണ്ട്. മാത്രമല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ട്രഷറി സംവിധാനത്തിലും കോർ ബാങ്കിങ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെൻഷൻ വാങ്ങാവുന്ന ഏതെങ്കിലും ട്രഷറികളിൽ കാശ് ലഭ്യമായില്ലെങ്കിൽ മറ്റു അഡീഷണൽ സബ് ട്രഷറികളിൽ നിന്ന് കാശ് ലഭ്യമാക്കാനുള്ള കോർ ബാങ്കിങ് സംവിധാനം ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഉള്ളൊരു പ്രധാന കാര്യം, എറണാകുളത്തെ മറ്റു റൂറൽ മേഖലയിൽ മൂവാറ്റുപുഴയ്ക്ക് കീഴിൽ, കോതമംഗലത്തിന് കീഴിൽ വരുന്ന പറവൂർ, അതുപോലെ അങ്കമാലി, പെരുമ്പാവൂർ, ആലുവ തുടങ്ങിയ സബ് ട്രഷറികളുള്ള കാര്യമാണ്. കാരണം അവിടങ്ങളിലേക്കാണ് കൂടുതൽ പ്രതിസന്ധി ഉള്ളത്. അവിടെ വലിയ ക്യൂ രാവിലെ മുതൽ കാണപ്പെടുന്നുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ അവർ ആവശ്യപ്പെടുന്നത് സ്വാഭാവികമായി അവർക്ക് ഒരു ദിവസത്തെ ദൈനംദിന ഇടപാടിന് വേണ്ട തുകയിൽ നിന്ന് ഈ ഒരു പ്രതിസന്ധി കണക്കിലെടുത്ത് അതിൽ കുറച്ച് മാത്രമാണ് സ്വാഭാവികമായി ട്രഷറി ചോദിക്കുക. പക്ഷേ അവർ ചോദിക്കുന്നതിലും കുറച്ച് തുക മാത്രമാണ് ബാങ്കുകൾ എത്തിക്കുന്നത്. ഈ തുക വിതരണം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചെറിയ അല്ലെങ്കിൽ കൃത്യമായി 24,000 രൂപ ഒരാൾക്ക് നൽകാമെങ്കിൽ പോലും അവർക്ക് ലഭിച്ച തുകയുടെ ആനുപാതികമായി മാത്രം വന്ന് നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു പ്രവണത അവിടെ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ചെറിയ പ്രതിഷേധങ്ങൾ, ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങൾ ഇവിടെ കണ്ടുവരുന്നതല്ലാതെ മറ്റു പ്രതിസന്ധി പ്രധാനമായി എറണാകുളത്ത് ഇപ്പോൾ നിലവിലില്ല. ഇനി ഉച്ചയ്ക്ക് ശേഷമോ ഇന്ന് വൈകുന്നേരത്തോടുകൂടെയോ ചിലപ്പോൾ സ്ഥിതി മാറിയേക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സർക്കാർ ജീവനക്കാർ ഒരുപക്ഷെ അവരുടെ പ്രവൃത്തി സമയം കഴിഞ്ഞിട്ട് ട്രഷറികളെ സമീപിച്ചേക്കാം. മറ്റൊരു കാര്യം, ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ടാണ്. അവിടെ പീരുമേട് സബ് ട്രഷറി, അതൊരു നോൺ ബാങ്കിങ് ട്രഷറിയാണ്. ആ ട്രഷറി അവർക്ക് 1 കോടി രൂപ ഇന്ന് ആവശ്യമായി വന്നു. അത് SPT, അവർക്ക് കാശെത്തിക്കുന്ന SPT അവർ സമീപിച്ചു. ആ SPT തന്നെ അവർക്ക് നൽകിയ വിവരം ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്നൊരു അറിയിപ്പ് SPT നേരിട്ട് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ബാങ്കുകൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് നടപടിക്ക് വിധേയമായല്ല ഇത്തരം തീരുമാനങ്ങൾ ബാങ്കുകൾ എടുക്കുന്നത്. ഇത് RBIയുടെ ഉത്തരവോടുകൂടെയല്ല. ബാങ്കുകൾക്ക് അവശേഷിക്കുന്ന കാശുകൾ വെച്ച് മാത്രമേ ബാങ്കുകൾക്കും ട്രഷറികളിലേക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ. ഇന്നലെ എറണാകുളത്ത് ഒരുവിധം പ്രതിസന്ധി നിലനിന്നിരുന്ന മട്ടാഞ്ചേരി, പള്ളുരുത്തി തുടങ്ങിയ മേഖലകളിൽ രാവിലെ അല്ലെങ്കിൽ 11:30 മണിയോടുകൂടി തന്നെ ഈ പെൻഷൻ ശമ്പളം വിതരണം ഭാഗികമായെങ്കിലും തുടങ്ങിയിട്ടുണ്ട്. മറ്റു എറണാകുളത്തെ നഗരപ്രദേശങ്ങളിലെ സബ് ട്രഷറികളെല്ലാം നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. സുരാജ്. ശരി, അലക്സ്ര മുഹമ്മദാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും. മധ്യകേരളത്തിൽ പൊതുവെ ചെറിയ തോതിലെങ്കിലും പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് അലക്സ് നൽകുന്നത്. അതേസമയം വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഗ്രാമപ്രദേശങ്ങളിൽ പ്രതിസന്ധിക്ക് അയവ് വന്നിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള ആളുകൾ ആശ്രയിക്കുന്ന ട്രഷറികളിൽ പലതിലും പണം എത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് നേരത്തെ ലഭ്യമായത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ, കോഴിക്കോട് ജില്ലാ ട്രഷറിയിൽ 1 കോടി രൂപയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ നേർപകുതി 50 ലക്ഷം രൂപ മാത്രമാണ് അവിടെ ലഭിച്ചത്. പെൻഷൻ പേയ്മെൻറ്റ് ട്രഷറിയിൽ ആവശ്യപ്പെട്ടത് 2 കോടി 20 ലക്ഷം രൂപയാണ്. എന്നാൽ അവിടെയും 50 ലക്ഷം മാത്രമാണ് ലഭിച്ചത്. ഇന്നലെ വിതരണം ചെയ്ത തുകയിൽ ബാക്കി വന്ന 17 ലക്ഷം അടക്കം ഇന്ന് ഇപ്പോൾ വിതരണം ചെയ്തത് 67 ലക്ഷം രൂപയാണ്. എന്നാൽ ഇതിൽ കൂടുതൽ ആവശ്യക്കാർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തിരക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. പക്ഷേ ആവശ്യപ്പെട്ട അത്രയും തുക ട്രഷറികൾക്ക് ബാങ്കുകൾ നൽകിയിട്ടില്ല. നൽകാൻ ബാങ്കിൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. RBI നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. കോഴിക്കോട്ടെ മറ്റ് ട്രഷറികളിൽ ആവശ്യപ്പെട്ട തുക കിട്ടിയിട്ടില്ല. മുക്കത്ത് ഇന്നും പെൻഷൻ വിതരണം മുടങ്ങിയിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്നും വരുന്ന വിവരങ്ങൾ, അവിടെ ട്രഷറിയിൽ 1 കോടി രൂപ വേണ്ട ഇടത്ത് 20 ലക്ഷം രൂപയാണ് ട്രഷറിയിലെത്തിയത്. 80 ലക്ഷത്തോളം രൂപ ഇനിയും എത്താനുണ്ട് എന്നുള്ളതാണ്. ശരി, കോഴിക്കോട് നിന്നും വിനിഷ വൃന്ദാവൻ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിനിഷ, പറയും. സുരരാജ്, കോഴിക്കോട് വിവിധ ട്രഷറികളുടെ അവസ്ഥയും മറിച്ചല്ല, എല്ലാം അവതാളത്തിലാണ് എന്ന് തന്നെ വേണം പറയാൻ.
രാവിലെ മുതൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് പെൻഷനേഴ്സ് പേയ്മെന്റ് ട്രഷറിയിലാണ്. ഇന്ന് രാവിലെ ഇവിടെ ഇന്നലത്തെ വിതരണം ചെയ്യാനെത്തിയ തുകയിൽ അവശേഷിച്ചത് 17 ലക്ഷം രൂപയാണ്. ഇന്ന് ഈ ട്രഷറിയിൽ നിന്നും ആവശ്യപ്പെട്ടത് 2,20 ലക്ഷം രൂപ ഇവിടുന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ലഭിച്ചത് 50 ലക്ഷം രൂപ മാത്രമാണ്. ഈ നേരത്തെ ബാക്കി വന്ന 17 ലക്ഷം രൂപയും ഒപ്പം ലഭിച്ച 50 ലക്ഷം രൂപയും കൂടെ 67 ലക്ഷം രൂപയാണ് ഇവിടെ ഇന്ന് വിവിധ പെൻഷൻ ഇനങ്ങളിലായി വിതരണം ചെയ്യുന്നത്. 10,000 രൂപ വരെ മാത്രമേ ഈ ട്രഷറിയിൽ നിന്ന് ഓരോ ആൾക്ക് വീതം കൊടുക്കുന്നുള്ളൂ. വലിയൊരു കാര്യം, 10,000-ൽ ചുവടെയുള്ള തുകകൾ മാത്രമേ വിവിധ ഇനങ്ങളിലെ പെൻഷനായി ഇവിടെ ആൾക്കാർക്ക് വാങ്ങാനുള്ളൂ എന്നത് വലിയൊരു ആശ്വാസകരമാണ്. കാരണം കഴിഞ്ഞ ദിവസം 700 പേർക്ക് മാത്രമേ പെൻഷൻ തുക വിതരണം ചെയ്യാനായുള്ളൂ. ബാക്കി ഇന്നലെ ഏകദേശം 1,500ഓളം പേർക്ക് ചെക്കിൽ നമ്പർ ഇട്ട് കൊടുത്തിരുന്നു. ഇവർക്ക് ടോക്കൺ നൽകി അവരുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്നും ഇന്നലെ വന്ന് മടങ്ങിപ്പോയവർക്കാണ് ഇന്ന് രാവിലെ മുതൽ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങിയത്. ശേഷം ഏകദേശം 1,500ഓളം പേർക്ക് പുതുതായി ചെക്കുകളിൽ നമ്പർ ഇട്ട് നൽകിയിട്ടുണ്ട്. ഇവർക്കുള്ള പെൻഷൻ വിതരണവും ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ ട്രഷറിയിൽ 2 ജില്ലാ ട്രഷറികളാണ് കോഴിക്കോടുള്ളത്, താമരശ്ശേരിയിലും കോഴിക്കോടും. കോഴിക്കോട് ജില്ലാ ട്രഷറിയിൽ 50 ലക്ഷം രൂപയാണ് ഇന്ന് രാവിലെ ലഭിച്ചത്. 1 കോടി ആവശ്യപ്പെട്ടിടത്താണ് 50 ലക്ഷം രൂപ ലഭിച്ചത്. ശമ്പളവും വിവിധ പെൻഷൻ ഇനങ്ങളുമായി ഇന്ന് വിതരണം ചെയ്യാനുള്ളത് 50 ലക്ഷം രൂപയാണ്. മറ്റൊന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, കോഴിക്കോട് മുക്കം സബ് ട്രഷറിയിലെ ഇന്നലെ തീരെ പണമില്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും പെൻഷൻ നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥ മുക്കം സബ് ട്രഷറിയിൽ ഉണ്ടായിരുന്നു. ഇന്ന് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ട് 10 ലക്ഷം രൂപ മുക്കം സബ് ട്രഷറിയിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ നൽകി വരികയാണ്. മറ്റ് കൊയിലാണ്ടി സബ് ട്രഷറിയിൽ മാത്രമേ ആവശ്യപ്പെട്ട മുഴുവൻ തുകയും ലഭിച്ചിട്ടുള്ളൂ. ബാക്കി 15 ട്രഷറികളിലും ആവശ്യപ്പെട്ട തുകയുടെ പകുതിയോ അതിൽ താഴെയോ ഉള്ള തുകകൾ മാത്രമേ വിവിധ ഇനങ്ങളിലെ ശമ്പളം പെൻഷൻ ഇനങ്ങളിൽ വിതരണം ചെയ്യാനായി വിവിധ ട്രഷറികളിൽ ലഭിച്ചിട്ടുള്ളൂ. സ്വരാജ്. ശരി, വിനിഷ വൃന്ദാവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സമഗ്രമായ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ പങ്കുവച്ചത്. പ്രതിസന്ധി രൂക്ഷമാണ് എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്.